Anna Kingdom Style. Kingdom Style. ഹലോ ഗൈസ്, നമ്മളിന്ന് അതെ ട്രിവാൻഡ്രം ടു കോട്ടയം നാളെ സ്കൈലയുടെ കല്യാണമാണ്. പോകുന്ന വഴിക്ക് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ ലുലുവിലോട്ട് പോയി. അവിടെ കണ്ട് ഒരു പാണ്ടിലോറിയുടെ ഗ്ലാസും വെച്ച് വൈപ്പറൊക്കെ ഇട്ട് കാണിച്ച് ഹാരി ബ്രോ ഒടുക്കത്തെ ഷോ. അത് മാത്രമല്ല ഹാരി ബ്രോ കൊടുത്ത ടിസോട്ടിന്റെ ഓച്ചം കയ്യിൽ കെട്ടി കൈപൊക്കി കാണിച്ച് അവിടെ കൂടെ ഫുള്ള് നടക്കായിരുന്നു ഗൈസ്. അവിടുത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നാഗദേവിക്ക് നമ്മൾ മുൻസീറ്റും കൊടുത്ത് നമ്മൾ നേരെ കോട്ടയത്തോട്ട് വെച്ചു പിടിച്ചു. അങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ സബിൻചേട്ടനെ പിക്ക് ചെയ്ത് നേരെ നമുക്ക് താമസിക്കാനുള്ള വിലയിലോട്ട് പോയി. നമ്മൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞ് ഇതേ മണവാളൻ അവിടെ എത്തി. യാത്രയുടെ വിശേഷമൊക്കെ ചോദിച്ച് നാളെ കൃത്യസമയത്ത് തന്നെ കല്യാണത്തിന് അവിടെ എത്തണമെന്നും പറഞ്ഞിട്ട് സ്കൈല് തിരിച്ചു പോയി. പിന്നെ അടുത്ത ദിവസം രാവിലെ തന്നെ നേരത്തെ റെഡിയായി നേരെ കല്യാണ മണ്ഡപത്തിലോട്ട് പോയി. 11:30ക്കുള്ള കല്യാണം നമ്മൾ 12:30ക്ക് കൃത്യമായിട്ട് അവിടെ എത്തി. ഒന്നാദ്യം നമ്മളിവിടെ നേരത്തെ എത്തി. പിന്നെ കൂളിംഗ് ഗ്ലാസും വെച്ച് സ്ലോ മോഷനിൽ വെയിലടിക്കുന്ന പോലും അറിഞ്ഞുകൂടാതെ 3 ദേ നടന്നു വരുന്നു. നമ്മൾ പിന്നെ നേരെ മണ്ഡപത്തിൽ കയറി സ്കൈലയുടെ വെഡിങ് ഫംഗ്ഷനൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ദേ പേഴ്സണലി എനിക്ക് ഇവരുടെ വ്ളോഗ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് ഇൻവെർട്ടർ ആയതുകൊണ്ട് ഇവരുടെ അടുത്ത് പോയി സംസാരിച്ച വീഡിയോ ഞാൻ എടുത്തില്ല ഗൈസ്. അവർ പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ അവരുടെ സംസാരിച്ച കേൾപ്പോൾ എന്നോട് വന്ന രണ്ടുപേര് ചെറുതായിട്ട് വേട്ട തുടങ്ങിയായിരുന്നു. ഫുഡ് കഴിക്കിട്ട് ഇപ്പം പരിചയമില്ലാത്തവരെ പോലെയൊക്കെ നടന്നു പോകുന്നു. പിന്നെ നോക്കില്ല ഒരു പ്ലേറ്റ് എടുത്ത് ഞാനും വേട്ടയ്ക്ക് ഇറങ്ങി. ഞാൻ പിന്നെ ആദ്യം അവിടെ ഇരുന്ന കട്ട് ഫ്രൂട്ട്സിൽ നിന്ന് തുടങ്ങി. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കൗണ്ടർ 1 പോയിട്ട് ഞാൻ എനിക്ക് അറിഞ്ഞൂടാത്ത സാധനങ്ങൾ അറിയാനുള്ള സാധനങ്ങൾ എല്ലാം ഒരു പ്ലേറ്റ് നിറയെ എടുത്ത് കൊണ്ടുവച്ച് നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർ അപ്പുറത്തെ കൗണ്ടറിൽ നിന്ന് ചോറും മീനും ബീഫൊക്കെ വാങ്ങി വെച്ച് കഴിക്കാൻ കണ്ടത്. ഇത് കണ്ട് ഞാൻ നേരെ പ്ലേറ്റ് എടുത്ത് അങ്ങോട്ട് പോയി. വയറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം കുറച്ച് മാത്രമേ വാങ്ങിയുള്ളൂ. അപ്പോഴേ ഒരാൾ വേറെ ആരെയും വിളിക്കാതെ കൗണ്ടറിന്റെ തൊട്ടടുത്ത് വന്നിട്ട് നല്ല തട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള വേറൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. വാങ്ങിയ ഫുഡ് ഫുള്ള് കഴിച്ചിട്ട് ഐസ്ക്രീം കൗണ്ടറിൽ പോയിട്ട് 2 സ്കൂപ്പ് ഐസ്ക്രീം വാങ്ങി അതും കുത്തി കയറ്റിയ ശേഷം സ്കൈലോയുടെ അടുത്ത് ബൈയും പറഞ്ഞിട്ട് നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിൽ പോയി ഗൈസ്. അപ്പോൾ ബൈ.